ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ കോലഴിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, പെട്ടെന്നാണ് അച്ഛന് വയ്യാണ്ടായിട്ടൊക്കെ ഹോസ്പിറ്റലിലെന്നൊക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നേ. ഇന്നലെ തലേ ദിവസം വന്ന കേട്ടോ, അതായത് ശനിയാഴ്ച വൈകുന്നേരം കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ്റെ വണ്ടിയുടെ ടെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ. അതിന് മുന്നേ എന്നോട് അച്ഛൻ പറഞ്ഞു കൊടുന്നു കേട്ടോ, അച്ഛൻ്റെ BP ലോ ആവുകൊണ്ട് തല കറങ്ങണ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 2-3 ദിവസമായി അച്ഛനോട് പറയുന്നു റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായപ്പോൾ നമ്മുടെ സ്മോക്കിയാണ് കേട്ടോ വിളിച്ച് പറയണത്, ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ ആകെ പേടിച്ചു കേട്ടോ. പിന്നെ ഏതൊക്കെയാണ് വിചാരിച്ചു, ഈശ്വര വണ്ടി ഓടിക്കുമ്പോൾ ഇനി തലകറങ്ങി വല്ലയിടത്തും പോയി ഇടിച്ചാവോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിലെ ചിന്ത. പിന്നെ ഹോസ്പിറ്റൽ അശ്വിനിയിലായിരുന്നു പറയണ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെയൊന്നല്ല, വണ്ടി ഇടിച്ചതൊന്നല്ല, എന്താ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്തേ പാലത്തിൻ്റെ താഴെയായിരുന്നു ഇത്ര അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് എന്തോ ഷീറ്റ് ഒന്ന് വന്നിട്ട് കാലുമ്മ വന്ന് വീണ് അങ്ങനെ പൊട്ടല്ല, കുറച്ച് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്ലഡൊക്കെ പോകണമാണ്. ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കുറച്ച് നേരം ഒബ്സർവേഷനിലായിരുന്നു കേട്ടോ. അച്ഛനെ വിളിച്ചിട്ട് എടുക്കണമെന്നും ഉണ്ടായിരുന്നില്ല, അതായത് റേഞ്ച് ഉണ്ടായിരുന്നില്ല, എടുക്കായികയല്ല, റേഞ്ചിൽ എൻ്റെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേട്ടനും അമ്മേനൊക്കെ വിളിച്ച് പറഞ്ഞു. അവർ ചെന്നപ്പോൾ സ്റ്റിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങോട്ട് കയറണ വരെ 4 സ്റ്റിച്ച് അങ്ങനെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറങ്ങിയപ്പോഴാണ് 15 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു എന്ന് അമ്മ പറയണത്. അമ്മയ്ക്ക് ആകെ പേടിയായിട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ തന്നെ അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ പോണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തായിരുന്നു. റെയിൻകോട്ട് എനിക്ക് ഉണ്ണിക്കുള്ളതേ ഉള്ളൂ, ചാനലില്ല. അപ്പോൾ പറഞ്ഞാൽ അതും മേടിച്ചു. നമ്മുടെ അരുൺ സ്മോക്കിയുടെ ഗ്യാരേജിൻ്റെ മുന്നിൽ ഒരു ഫ്രൂട്ട് സ്റ്റാളുണ്ട് കോലടിയിൽ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ പുറത്തേക്ക് പോയിക്കാം സ്മോക്കി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്താൽ കേട്ടോ. പിന്നെ അച്ഛനും കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണം എന്ന് എന്തായാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കാരണം ബ്ലഡൊക്കെ പോയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ മാതളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ അത് മേടിക്കണ കൂട്ടത്തിൽ അവിടെ ഞാവൽപ്പഴം എവിടെ പോകുമ്പോഴും ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് ഞാവൽപ്പഴം. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇതും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. അതിന് നീരവനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടമായിട്ട് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. വലിയച്ഛൻ്റെ മോനുണ്ട് ജിഷ്ണു, അവനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നീ എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവൻ വേറെ എവിടെയായിരുന്നു, വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ വേഗം അങ്ങോട്ട് പോയി. അച്ഛൻ്റെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അച്ഛനോട്ട് ഫുൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അച്ഛൻ അങ്ങനെ കിടക്കണമെന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും അച്ഛൻ ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കിടക്കണം കാണുമ്പോൾ വലിയ സമാധാനം. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അച്ചാച്ചനും മോനും കൂടി ഇരുന്ന് കഴിക്കുക. അച്ഛനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നീരവനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അച്ഛൻ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെറുത്തുടുത്തേക്ക്. പിന്നെ ഈ ടെസ്റ്റും കാര്യങ്ങളും കൊണ്ട് അച്ഛനെ എത്താനും പറ്റുന്നില്ല, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടേ. അപ്പോൾ അമ്മയും ചേട്ടൻ ഞായറാഴ്ച വരാനും ഇരിക്കുകയായിരുന്നു. ചേട്ടൻ വന്നുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോഴാണ് ശനിയാഴ്ച ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ആവാറായി, 1 മണിക്ക് ആവാറായിട്ടോ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറിയും പയറുപ്പേരിയൊക്കെ കൂട്ടിയിട്ട്, പിന്നെ പരിപ്പ് മുരിങ്ങയിടയിൽ എന്തോ കറി ഉണ്ടായിരുന്നു, അതെടുത്തില്ല കേട്ടോ. ഈ 2 കൂട്ടി കഴിച്ചു. പിന്നെ നീരവൻ്റെ ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. സനേഷാരനും അച്ഛനൊക്കെ ആയിട്ട് വർത്താനൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ ബെൽറ്റ് കൊണ്ടുവന്ന് തരികയാണ്, അളിയന് വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. ചേട്ടന് ഇങ്ങനത്തെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ചേട്ടന് സിമ്പിളാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ വേണ്ട പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇനി ദൂനോടേക്ക് പോകണമെന്ന് കുറച്ചായി വിചാരിച്ചിട്ട്. അവിടെയാണെങ്കിൽ കുറേ പട്ടികുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ മീനുവിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ഇനി മീനൂന് ചിക്കൻ സെൻറ്റർ ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പം വീട്ടിലേക്ക് ചിക്കനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ മീനു. അപ്പോൾ അച്ഛൻ പറയുകയും ചെയ്തു കേട്ടോ, വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ, കുറേ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നീതുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പാവം. അത് കഴിഞ്ഞതായി പട്ടിക്കുട്ടി ചെറുത്, അത് വലുതായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. മീനു എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മീനുവിൻ്റെ കൂടെ വന്നതിന് ശേഷം ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇവർ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. കാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് സെറ്റാകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ പോയി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഇവിടെ നമ്മുടെ തലശ്ശേരി കിച്ചൺ എന്ന് പറഞ്ഞിട്ട് വടക്കാഞ്ചേരി എവിടെയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല കേട്ടോ. അവിടെ ചെന്നപ്പോൾ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കേൾക്കാത്തതും കാണാത്തതുമായി എല്ലാം എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതെന്തോ കിളിക്കൂട് പോലത്തെ ഒരു സാധനം, നീരവ് സാൻഡ്വിച്ച് പോലെ ഒരു സംഭവം.
എന്താ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരൊന്നുമില്ല അതാട്ടോ. ചേട്ടനെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ നീരവ് എൻ്റെ ചായ എടുത്ത് കുടിച്ചു, ഞാൻ അവൻ്റെ പാലും വെള്ളം എടുത്ത് കുടിച്ചു. അവനാണ് ശരിക്കും പാലും വെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന് വേണ്ടാത്ര. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരണ വഴിക്ക് ഇവിടെ ജേഴ്സി വിലക്കുറവിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് കയറി. ഇത് വടക്കാഞ്ചേരി തന്നെയാണ് തോന്നുന്നു കേട്ടോ. ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിതാ വൈകുന്നേരം ആയപ്പോൾ ഡ്രസ്സൊക്കെ മാറി അവനെ പഠിപ്പിക്കാതിരുത്ത്. അപ്പോൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ നോക്കി പിന്നെ വീണ്ടും റൂമിലേക്ക് ചെന്നു. അവന് കുറച്ചിങ്ങനെ വീക്കിലി പോർഷൻസ് ഉണ്ടാവും, അതൊക്കെ പഠിപ്പിക്കാണ്ടായിരുന്നു. ഇപ്പം നല്ല സ്പീഡിലാണ് കേട്ടോ മലയാളമൊക്കെ പോണത്. എന്താ പറയുക, കുറച്ചുണ്ട്, അത്യാവശ്യം ഉണ്ട് പഠിക്കാൻ. കേഴ്സി ലെറ്റർ ഉണ്ട്, ഹിന്ദി ഉണ്ട്, അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെ തറാക്കി വിടുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും എല്ലാം കൂടി ആകുമ്പോഴേ കുട്ടിക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. നല്ല പോലെ ഇരുത്തി പഠിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് തലയിൽ കയറുള്ളൂ എന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മലയാളം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവന്. അങ്ങനെ പിന്നെ ഇതാ കേഴ്സി ലെറ്ററൊക്കെ സ്ലേറ്റിൽ ഇങ്ങനെ LKG-യിലായിരുന്നപ്പോഴാണ് കേട്ടോ സ്ലേറ്റ് കൊണ്ടുകൊണ്ടുവരുന്നത്. ഇപ്രാവശ്യം സ്ലേറ്റ് വേണ്ട അത്ര. അപ്പം അതൊക്കെ നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇരിക്കുന്നുണ്ട് സ്റ്റോക്കായിട്ട്. അപ്പം അതൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വേറെ എന്താ ചെയ്യുക. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഇതാ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്, വൃത്തിയാവാൻ വേണ്ടിയിട്ട് ഞാൻ 4 ലൈനിലും എല്ലാം എഴുതിപ്പിക്കണതാ. പക്ഷേ ഇതെനിക്ക് കറക്റ്റ് അങ്ങോട്ട് എഴുതിപ്പിക്കാൻ അറിയുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഡയറി എടുത്തിട്ട് അതിലിങ്ങനെ എഴുതിപ്പിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് കേഴ്സീവൊക്കെ അവ എഴുതും. മലയാളം മാത്രമാണ് ഒരു കൺഫ്യൂഷൻ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഈ പഠിക്കണേൻ്റെ ഇടയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ വരുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഞാൻ അങ്ങനെ കൊടുത്തു തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവ ഇറങ്ങിയപ്പോൾ ഇതാ സ്വിച്ചുമ്മയ്ക്ക് എത്താൻ തുടങ്ങിയെന്ന് പറഞ്ഞ് കാണിച്ചു തരിക. ആദ്യം സ്വിച്ച് ഓൺ ചെയ്യാനേ പറ്റിയിരുന്നുള്ളൂ കേട്ടോ അവന്. ഇപ്പോൾ ഓഫ് ചെയ്യാനും പറ്റുന്നുണ്ട്, അതാണ് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അവന് സ്വന്തമായിട്ട് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇതാ അവൻ്റെ ഇതൊക്കെ റഫ് ബുക്കൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുക. അതിലാണ് കൂടുതൽ എഴുതിപ്പിക്കണത് കേട്ടോ. 2 ലൈനും 4 ലൈനിലും ഇതുവരെ എഴുതിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ റഫ് ബുക്കിലാണ് അത് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് 2 ലൈനിലായാലും എന്തെങ്കിലും ഇങ്ങനെ എഴുതിപ്പിക്കും കേട്ടോ. മലയാളം 2 ലൈനിൽ തുടങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് 4 ലൈനിൽ സെറ്റായിട്ടില്ല. അതെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ റഫ് ബുക്കിൽ അങ്ങനെ എഴുതിപ്പിക്കാം കേട്ടോ. പിന്നെ അവനെ എഴുതി പഠിപ്പിച്ചതിന് ശേഷം എന്താ ഡിക്റ്റേഷൻ എടുക്കുകയാണ്. അവന് വായും പിന്നെ പായും പിന്നെ റാര എല്ലാം ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അത് എഴുതി ശരിയാവുമെന്ന് വിചാരിക്കണു. ABCD ആയാലും ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ എന്നും ഡെയിലി ഇങ്ങനെ എഴുതിപ്പിക്കാൻ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അവനങ്ങനെ പഠിപ്പിക്കുകയാണ്. ഇടയിൽ ഓരോന്ന് തെറ്റുമ്പോൾ ഞാൻ നല്ലപോലെ സൗണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഇടയിൽ വന്നിരുന്നു, എന്താ ഇവിടെ ഇത്ര സൗണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. പിന്നെ ചേട്ടൻ വന്ന് അവനെ കെട്ടിപ്പിടുത്ത് ഇപ്പോൾ കേട്ട് അങ്ങനെ പോയി. പിന്നെ മറ്റേ എന്താ പിക്ചർ ടോക്ക് ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ പഠിക്കാൻ. കഴിഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷും കഴിഞ്ഞു, മലയാളം കഴിഞ്ഞു. പിന്നെ നമ്പേഴ്സാണ് കേട്ടോ 20 വരെ എഴുതാൻ. അവൻ ഇടയ്ക്ക് 9ഉം 19ഒക്കെ എഴുതുമ്പോൾ P പോലെയാണ് കേട്ടോ എഴുതണത്. അതുകൊണ്ട് ഞാൻ അവനെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്പേഴ്സ് ഡെയിലി എഴുതുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഹിന്ദി അതും കൂടി ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ ഹിന്ദി എഴുതിയത് അച്ഛനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവ ഓടിപ്പോയി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചേട്ടനാണെങ്കിൽ അവിടെ ഫുട്ബോൾ കളി ഉണ്ട്, പക്ഷേ അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നാളെ ക്ലാസ് ഉണ്ട്, അപ്പോൾ ഇപ്പോൾ കിടന്നാലാണ് നാളെ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതായത് ബെഡ്ഷീറ്റ് മാറ്റാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുന്ന് വിശേഷങ്ങൾ പറഞ്ഞ് ബെഡ്ഷീറ്റ് മാറ്റാനും ബുക്ക് ഒതുക്കാനൊക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് പോക്കൊക്കെ ഉണ്ടായി കേട്ടോ. തുണികളൊക്കെ കണ്ടോ അവിടെ സ്റ്റാൻഡിലാണ് വിരിച്ചിട്ടേക്കണം. മഴ ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. പിന്നെ പുറത്തിടുമ്പോഴും ഞാൻ മറന്നു പോവുകയാണ് എടുത്ത് വയ്ക്കുക ഉള്ളിലേക്ക്. അതുകൊണ്ട് എനിക്ക് തന്നെ വിശ്വാസത്തിലാണ് ഞാൻ ഉള്ളിൽ എന്നെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കസാരയൊക്കെ കൊണ്ടുവന്ന് പുറത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു. അപ്പം നീരവാണ് എനിക്ക് വീഡിയോ എടുത്ത് തരണത്. പിന്നെ എൻ്റെ റേഡിയോ ഇടയിൽ കേടായിട്ടുണ്ടായിരുന്നു, ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊന്ന് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ബുക്കുകൾ നാളെ കൊണ്ടുപോകാനുള്ള ബുക്കും എല്ലാം ബ്രൗൺ പേപ്പർ ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇവിടുത്തെ റഫ് ബുക്ക് എടുത്തിട്ട് പൊട്ട ബുക്കൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ അതിൽ കയറ്റി വയ്ക്കുക. അതുകൊണ്ട് അവൻ്റെ ബുക്ക് ഇപ്പോൾ സ്കൂളിൽ യൂസ് ചെയ്യണ ബുക്കില്ലേ അത് മാത്രം
നോക്കിയിട്ട് ബാഗിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ആകെ ഓട്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടേ. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റണമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ നീരവനാണെങ്കിൽ കൈ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് നേരം നിർത്തിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ പിടിച്ച് നിർത്തിടൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇടുന്നോ കവറിലെല്ലാം അച്ഛനാ ഇതെന്തോ പറയണുണ്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചപ്പോൾ അച്ഛൻ്റെ അടുക്കളയിൽ ഓംലേറ്റ് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അച്ഛനോട് ഞാൻ പറയുന്നുണ്ട് അച്ഛൻ എന്ത് പണിയാണ് കാണിക്കണ, റെസ്റ്റ് എടുത്തുകൂടെയെന്ന്. അപ്പം അച്ഛൻ ഇത് ചിത്തൂനുള്ളതാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫോണൊക്കെ വെച്ച് കെടുക്കാൻ പോവാണ് കേട്ടോ.